أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أمروا إلا ليعبدوا الله مخلصين له الدين حنفاء ويقيموا الصلاة ويؤتوا الزكاة وذلك دين القيمة. അർത്ഥം: അനുസരണത്തിൽ അള്ളാഹുവിനോട് ആത്മാർത്ഥത പുലർത്തുന്നവരും ഏകാഗ്രമാനസരുമായി അള്ളാഹുവിനെ ആരാധിക്കാനും നമസ്കാരം നിലനിർത്താനും സക്കാത്ത് കൊടുക്കാനും വേണ്ടിയല്ലാതെ അവരോട് ആജ്ഞാപിക്കപ്പെട്ടിരുന്നില്ല. അതത്രേ ശാശ്വത സത്യത്തിൽ അധിഷ്ഠിത മതം. സൂറ അൽ-ബയ്യിനയുടെ 6-ാമത്തെ വചനവും അതിൻ്റെ അർത്ഥവുമാണ് ഇപ്പോൾ ഇവിടെ കേൾപ്പിക്കുകയുണ്ടായത്. കഴിഞ്ഞ ദർസിൽ പറയുകയുണ്ടായി, മുഖ്ലിസീന ലഹുദ്ദീൻ എന്നതിൻ്റെ ഒരർത്ഥം പൂർണ്ണമായും അള്ളാഹുവിനെ തന്നെ അനുസരിക്കുക എന്നാണ്. ഇതുകൊണ്ട് അള്ളാഹു അല്ലാതെ മറ്റ് ആരെയും ഒരു വിധത്തിലും അനുസരിക്കാൻ പാടില്ല എന്നല്ല അർത്ഥം. യഥാർത്ഥത്തിൽ ഇതിനർത്ഥം അള്ളാഹുവിനോടുള്ള നിങ്ങളുടെ അനുസരണം ജനങ്ങളെ പ്രീതിപ്പെടുത്താൻ ആകരുത്, മറിച്ച് അള്ളാഹുവിനോടുള്ള നിങ്ങളുടെ അനുസരണം അള്ളാഹുവിന് വേണ്ടി മാത്രമാകണം എന്നാണ്, അല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി ആകരുത്. മറ്റു മനുഷ്യരെ ഭയന്ന് മാത്രം ദൈവത്തെ അനുസരിക്കുന്ന ധാരാളം പേർ ഈ ലോകത്തിലുണ്ട്. അവർ ദൈവിക കൽപ്പനകൾ പാലിക്കുന്നത് ദൈവം പറയുന്നത് കൊണ്ടല്ല, മറിച്ച് അവരുടെ സമൂഹമോ ആചാരങ്ങളോ ആവശ്യപ്പെടുന്നതിനാലാണ്. ഉദാഹരണത്തിന്, ഒരു ക്രിസ്ത്യാനി ചർച്ചിൽ പോകുന്നു. അവനോട് ദൈവം അങ്ങനെ ചർച്ചിൽ പോകണം എന്ന് കൽപ്പിച്ചതുകൊണ്ടല്ല അവൻ അവിടെ പോകുന്നത്, മറിച്ച് അവൻ അഥവാ അവിടെ പോയില്ലെങ്കിൽ അവൻ്റെ സമൂഹത്തിലെ ആളുകൾ അവനെക്കുറിച്ച് മോശം പറയും എന്നുള്ള ചിന്ത കൊണ്ടാണ് അവൻ ചർച്ചിൽ പോകുന്നത്. അതുപോലെ തന്നെ ഒരു യഹൂദി അവൻ്റെ ആരാധനാലയത്തിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഒരു ഹിന്ദു ക്ഷേത്രത്തിൽ പോകുന്നു, ഒരു മുസ്ലിം പള്ളിയിൽ പോകുന്നു. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത്, അവൻ ഒരു ആരാധനാലയത്തിൽ പോവുകയോ ക്ഷേത്രത്തിൽ പോകുകയോ അതല്ലെങ്കിൽ പള്ളിയിൽ പോവുകയോ ചെയ്യുന്നത് ദൈവം അവനോട് കൽപ്പിച്ചത് കൊണ്ടല്ല, മറിച്ച് അവൻ്റെ സമൂഹം അവനിൽ നിന്ന് അത് പ്രതീക്ഷിക്കുന്നത് കൊണ്ടാണ്. ഇതുപോലത്തെ പല കൽപ്പനകളും മനുഷ്യൻ സാധാരണയായി പിന്തുടരുന്നത് ഒന്നില്ലെങ്കിൽ അത് അവരുടെ ആ സമൂഹത്തിലെ ആചാരമാവാം, അതല്ലെങ്കിൽ അവരുടെ സ്വാർത്ഥ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ചാവാം. ഉദാഹരണത്തിന്, ദുർബലരോട് കരുണ കാണിക്കാനും നിങ്ങളോട് സഹകരിക്കുന്നവർക്ക് നല്ല പ്രതിഫലം നൽകാനും ദൈവം പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് നിർദ്ദേശവും പൊതുവെ എല്ലാ മതങ്ങളിലും കാണപ്പെടുന്ന അധ്യാപനമാണ്. അതായത്, നിങ്ങൾ കുട്ടികളോട് നല്ല രീതിയിൽ പെരുമാറുക, ഭാര്യമാരോട് നല്ല രീതിയിൽ പെരുമാറുക, അല്ലെങ്കിൽ സുഹൃത്തുക്കളോട് നല്ല രീതിയിൽ ബന്ധം വെച്ച് പുലർത്തുക എന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. എന്നാൽ ഈ ഒരു നിർദ്ദേശം കൊണ്ട് തങ്ങളുടെ ഭാര്യമാരോട്, കുട്ടികളോടും സുഹൃത്തുക്കളോടും നല്ല രീതിയിൽ പെരുമാറുന്ന എത്ര പേരുണ്ട്? മിക്ക ആളുകളും ഒന്നുകിൽ അവരുടെ സ്വന്തം ശാരീരിക വികാരങ്ങൾക്ക് വിധേയമായി അത് ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നല്ല അഭിപ്രായം നേടുന്നതിന് അത് ചെയ്യുന്നു. അതുപോലെ പാവപ്പെട്ടവരെ നല്ല രീതിയിൽ പരിഗണിക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അനാഥരോടും വിധവകളോടും നല്ല രീതിയിൽ പെരുമാറാൻ എല്ലാ മതങ്ങളിലും കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ സർവശക്തനായ അള്ളാഹുവിൻ്റെ പ്രീതിക്കായി ഇത് ചെയ്യുന്ന എത്ര ക്രിസ്ത്യാനികളോ ജൂതന്മാരോ ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ ഇന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇതിൽ അധിക പേരും ജനങ്ങളുടെ മുമ്പാകെ നല്ല പേരുണ്ടാക്കാൻ വേണ്ടിയാണ് അതൊക്കെ ചെയ്യുന്നത്. അവന് ഈ രോഗം ബാധിച്ചിരിക്കുന്നിടത്തോളം കാലം അവൻ്റെ ദീൻ ശരിയല്ല. കാരണം അവൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ അവൻ്റെ ഹൃദയത്തിൽ അല്ലാഹുവല്ല ഉള്ളത്, മറിച്ച് അവൻ്റെ ഹൃദയം മറ്റു ജനങ്ങളുടെ ഭാഗത്തേക്ക് ചാഞ്ഞിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു ഹൃദയത്തിൽ അള്ളാഹുവിനോടുള്ള അനുസരണം ജനിക്കുന്നതല്ല. അവൻ അത് മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും അവൻ ഒരു ബഹുദൈവ ആരാധകനാണ്. ഇത് സർവശക്തനായ അള്ളാഹു മനുഷ്യർക്ക് നൽകുന്ന അനുസരണത്തിൻ്റെ പാഠമാണ്. ഈ ഒരു കാര്യം മുമ്പിൽ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഒരു സന്ദർഭത്തിൽ പറയുകയുണ്ടായി, ഒരു വ്യക്തി തൻ്റെ ഭാര്യയുടെ വായിൽ വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടി ഒരു പിടി ഭക്ഷണം പോലും വെച്ചാൽ അത് അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ ഒരു സദക്കയായി എഴുതപ്പെടുന്നു.
നോക്കുക, ഈ ഒരു പ്രവൃത്തി കൊണ്ട് അവൻ്റെ ഭാര്യ സന്തോഷവതിയായി. അവരുടെ സ്നേഹത്തിൻ്റെ അഭിനിവേശം പൂർത്തീകരിച്ചു. സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ആ വ്യക്തിയുടെ പേര് അല്ലാഹു തആലയുടെ രജിസ്റ്ററിൽ പ്രത്യേകം എഴുതപ്പെട്ടു. മറ്റെല്ലാ കർമ്മങ്ങൾക്കും ഇതേ തത്വം ബാധകമാണ്. ദീനിന് ദുനിയാവിനേക്കാൾ മുൻഗണന നൽകണമെന്ന് ഇസ്ലാം നമ്മെ കൽപ്പിച്ചിരിക്കുന്നു. എന്നാൽ ഭൂരിഭാഗം ആളുകളും ലൗകിക ജോലി ചെയ്യാൻ നിർബന്ധിതരാകുന്നു. പിന്നെ ഈ ഉത്തരവ് എങ്ങനെ നിറവേറ്റപ്പെടും? നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിൽ നിന്ന് സൂചിപ്പിച്ചതുപോലെ ഈ ഒരു കാര്യം നിങ്ങൾക്ക് നിറവേറ്റാൻ കഴിയും. അതായത്, നിങ്ങളുടെ ലൗകിക ജോലികൾ ദൈവഹിതമനുസരിച്ചും അവൻ്റെ പ്രീതിക്കും വേണ്ടിയും ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ ഓരോ പ്രവൃത്തിയും ആരാധനയായി മാറും. നിങ്ങൾ ലോകത്തിലെ പ്രവൃത്തികൾ അള്ളാഹുവിനു വേണ്ടി ചെയ്യുമ്പോൾ നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളും ആരാധനയായി മാറും. ഇത് തുടർന്നുകൊണ്ടിരിക്കുന്നതിലൂടെ ഒരു വ്യക്തിക്ക് സർവശക്തനായ ദൈവത്തിൻ്റെ സാമീപ്യം കരസ്ഥമാക്കിക്കൊണ്ട് ഓരോ നിമിഷവും ആത്മീയതയുടെയും പുരോഗതിയുടെയും ഉയർന്ന ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരാനാകും. ശരണത്തിൽ അള്ളാഹുവിനോട് ആത്മാർത്ഥത പുലർത്താൻ പറഞ്ഞുകൊണ്ട് ഉപദേശിച്ചതിൻ്റെ യഥാർത്ഥ ഉദ്ദേശ്യം ഇതാണ്. മുഖ്ലിസീന ലഹുദ്ദീനിൻ്റെ ഒരു അർത്ഥം ഇതാണ്. ബാക്കിയുള്ളത് ഇൻഷാ അല്ലാഹ് അടുത്ത ദർസുകളിൽ കേൾപ്പിക്കുന്നതാണ്. ജസാക്കുമുല്ലാഹു വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.